ന്യൂസ് റൂം ലൈവ് തുടരുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങി. വെള്ളം ഇല്ലാത്തതിനാലാണ് ശസ്ത്രക്രിയകൾ മുടങ്ങിയത്. 25ഓളം പേരുടെ ശസ്ത്രക്രിയകൾ നടന്നില്ല. അതേസമയം വാട്ടർ അതോറിറ്റി ഒരു ടാങ്കർ ജലം അടിയന്തരമായി എത്തിച്ചുവെന്നും മുടക്കമില്ലാത്ത കാര്യങ്ങൾ നടക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. ഐശ്വര്യ വിവരങ്ങൾ നൽകും. ഐശ്വര്യ, പ്രതിസന്ധി പരിഹരിച്ചോ? രഞ്ജിത്ത്, പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. 25ഓളം ശസ്ത്രക്രിയകളാണ് രാവിലെ മുടങ്ങിയത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് സാധാരണക്കാരായവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വെള്ളമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ വെള്ളം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തുടർന്ന് വാട്ടർ അതോറിറ്റിയെ സൂപ്രണ്ട് ഇക്കാര്യം അറിയിക്കുകയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല. അല്പസമയം മുൻപ് ഈ 25ഓളം ശസ്ത്രക്രിയകൾ മുടങ്ങിയത് വാർത്തയായതിനു പിന്നാലെയാണ് അടിയന്തരമായി ഒരു ടാങ്കർ ജലം ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചു നൽകുകയും താൽക്കാലികമായി ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നത്. എന്തായാലും ശസ്ത്രക്രിയകൾ മുടക്കമില്ലാതെ തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി എന്താണ് സൂപ്രണ്ടിന് പറയാനുള്ളത്, അല്ലെങ്കിൽ സൂപ്രണ്ട് നേരത്തെ പരാതിപ്പെട്ടത് ഏത് രീതിയിലാണ്, ആരോടാണ് പരാതിപ്പെട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ നടപടിയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി എന്തുകൊണ്ട് വൈകി എന്നതും സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ശസ്ത്രക്രിയകൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഒരു താൽക്കാലിക പരിഹാരമായിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, ശരി. മറ്റു വാർത്ത തിരുവനന്തപുരം അരുവിക്കരയിൽ നിന്നാണ്. അരുവിക്കരയിൽ മരുമകൻ അമ്മായിയമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. അരുവിക്കര അഴീക്കോട് വളപ്പെട്ടി സ്വദേശി താഹിറയാണ് മരിച്ചത്. മരുമകൻ അലി അക്ബറും ദേഹത്ത് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഐശ്വര്യ ചേരുന്നു. ഐശ്വര്യ, എന്താണ് ഈ ഒരു ദാരുണമായ സംഭവത്തിന് പിന്നിൽ? രഞ്ജിത്ത്, ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. അരുവിക്കരയിലാണ് ഈ ഒരു കൊലപാതകം നടന്നത്. അരുവിക്കര അഴീക്കോട് വളപ്പെട്ടി സ്വദേശി താഹിറയാണ് കൊല്ലപ്പെട്ടത്. മരുമകനാണ് കൊലപ്പെടുത്തിയത് എന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നു. ഒപ്പം തന്നെ ഈ കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരമായി അതായത് അദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിലാണെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഈ അലി അക്ബർ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രാവിലെ 4:30 സംഭവം. കുടുംബ പ്രശ്നമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ 10 വർഷമായി ഇവരുടെ ഈ ഒരു കേസ് കുടുംബ കോടതിയിൽ നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നത്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നാണ് അരുവിക്കര പോലീസ് വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, അരുവിക്കരയിലാണ് കൊലപാതകവും ആത്മഹത്യാ ശ്രമവും നടന്നത്. തൃശൂരിൽ 6 വയസ്സുകാരൻ വെട്ടേറ്റ് മരിച്ചു. പുതുക്കാട് മൂപ്പിളിയത്ത് അതിഥിത്തൊഴിലാളിയുടെ മകനായ നാജൂർ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടത്. മാതാവ് നജ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിഥിത്തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിനിടെയാണ് സംഭവം. തർക്കത്തിനിടെ ഇവർ പരസ്പരം കത്തിയും മറ്റായുധങ്ങളും എടുത്തു വീശി. ഇതിനിടയിൽപ്പെട്ടാണ് നാജൂർ ഇസ്ലാം ദാരുണമായി കൊല്ലപ്പെട്ടത്. അതിഥിത്തൊഴിലാളികളായ 2 കുടുംബങ്ങൾ തമ്മിലാണ് തർക്കവും സംഘർഷവും ഉണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന വിവരം.